വലിയ ഗൗരവമുള്ള ഒരു ദൗത്യമാണ് KSRTC സംസ്ഥാനത്ത് ഏറ്റെടുക്കുന്നത് എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. തിരുവനന്തപുരത്ത് വി അരുൺ ഇപ്പോൾ നമ്മുടെ ഓർഡിനറി സർവീസ് ആദ്യ സർവീസുകളിൽ തന്നെ അരുണും ഒപ്പം ചേരുന്നുണ്ട്. അരുൺ, ഉദ്ഘാടനം കഴിഞ്ഞു, സർവീസുകൾ ആരംഭിച്ചോ? എന്താണ് ഈ അതിനകത്തുള്ള കാഴ്ചകൾ? സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം എത്ര കണ്ട് വരുന്നുണ്ട് ആദ്യ ദിവസം? ചരിത്രയാത്ര നടത്തിയ പ്രിയദർശിനി ബസ്സിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതായത് സെക്രട്ടറി ദർബാർ ഹാളിന് മുന്നിൽ തന്നെയാണ്. ഇവിടെ നിന്ന് യാത്ര ആരംഭിച്ചിട്ടില്ല. ഈ യാത്രയ്ക്ക് ആദ്യമായി യാത്ര ചെയ്ത ആളുകളൊക്കെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആളുകൾ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ബസ്സിലെ യാത്ര? സന്തോഷമാണ്. ഇവിടെ വീട് എവിടെ? കരിമണം കോളനിയില്. ഇനി പൈസ കൊടുക്കാതെ യാത്ര? എനിക്ക് അന്ന് ഡെയിലി 30 രൂപയാവും. ഈ 30 രൂപ ഇനി നമുക്ക് ഫ്രീ ആയി. ഇവിടുത്തെ എവിടെ വരെയാ പോകുന്നത് സാധാരണ? മണക്കാടുന്ന് കല്ലാട്ടുമുക്ക് വരാം. 30 രൂപ ലാഭമായി. പൈസ എന്ത് ചെയ്യും? പൈസ എന്ത് ചെയ്യും? പിള്ളേരെ ഒന്ന് മാറ്റാൻ പോകുമ്പോ അങ്ങ് പോകും. കഴിയുന്നു മാറ്റാൻ വിചാരിച്ചാൽ നടക്കൂല. കൂടി പിള്ളേരുള്ളതുകൊണ്ട് അന്ന് ചോദിക്കും 10 20 രൂപ, അപ്പൊ അതങ്ങ് പോകും. മുഖ്യമന്ത്രിക്കൊപ്പമുള്ള യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, നല്ല അടിപൊളിയായിരുന്നു. ഇത് പക്ഷേ ഇത് നമുക്ക് എന്നും ഒരു അവസാനം വരെ ഉണ്ടായിരിക്കും. നിലനിന്ന് പോകണം, തുടങ്ങിയാൽ പോരാ, ഇടയിൽ പോവരുത്, അതേ ഉള്ളൂ. അതാണ് സഹിത്ത്. ഇത് നിലനിന്ന് പോകണം. എവിടെ നിന്ന് വരുന്നേ? മത്സ്യത്തൊഴിലാളിയാണോ? അപ്പൊ ഇനി ഫ്രീ ആയിട്ട് പോവാം. ഈ മത്സ്യഫെഡിന്റെ വണ്ടി നേരത്തെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റില്ലായിരുന്നോ? അല്ല, അത് നമ്മുടെ സമയത്തിന് വരത്തില്ല. സമയത്ത് കിട്ടില്ല. അവര് ഒരു ട്രിപ്പ് പോകത്തുള്ളൂ. എല്ലാവർക്കും മത്സ്യം ഒരു സമയത്ത് കിട്ടത്തില്ല. മൂന്നുറയിൽ നിന്ന് എങ്ങോട്ടായിരിക്കും പോകുന്നത്? ചാല മാർക്കറ്റ്. ചാലയിലാണ് കച്ചവടം നടത്തുന്നത്. പിന്നെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഒക്കെ ഉണ്ട്. അവിടുന്ന് ഓർഡിനറി ബസ് ഇഷ്ടം പോലെ ഉണ്ടോ? ഒന്നും ഇല്ല. പിന്നെ നമ്മൾ ഇഷ്ടോട്ട് വന്നിട്ട് ഇഷ്ടോട്ട് നിന്ന് പോകുന്നിടത്തേക്ക് ബസ് കിട്ടും. എവിടെ വീട്? എവിടെ? ദിവസവും യാത്ര ചെയ്യുന്ന ആളാണോ? അതെ. എങ്ങനെയുണ്ട് ഈ ഒരു സർക്കാർ തീരുമാനത്തെ എങ്ങനെ കാണുന്നത്? വളരെ സന്തോഷമുണ്ട്, ഹൃദയപൂർവ്വം നല്ല സന്തോഷമുണ്ട്. അതിന് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് നന്ദി പറയുന്നു. മുഖ്യമന്ത്രിക്കൊപ്പം യാത്ര ചെയ്ത് വന്നത് അതെങ്ങനെയുണ്ട്? അത് ജീവിതത്തിൽ ഒരിക്കലും നടക്കൂന്ന് പറഞ്ഞ ഒരു കാര്യമല്ല. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഒരു മുഖ്യമന്ത്രിയുടെ കൂടെ ഒരു സാധാരണക്കാരിയായി ഒരു ബസ്സിൽ യാത്ര ചെയ്യണമെന്ന് പറയുമ്പോൾ അതൊരു വലിയ മഹാഭാഗ്യമാണ്. പിന്നെ ഈ എല്ലാ ദിവസവും ഇനി സൗജന്യമായിട്ട് പോവുകയും ചെയ്യാം. എങ്ങനെയുണ്ട് യാത്ര? നല്ല അടിപൊളിയായിരുന്നു. മുഖ്യമന്ത്രിയായിട്ടുള്ള യാത്ര നല്ല സൂപ്പറായിരുന്നു. ഈ യാത്ര എന്നും നല്ല സ്ത്രീകൾക്ക്, ഞങ്ങൾക്കുള്ള സാധാരണ സ്ത്രീകൾക്ക് എന്നും നല്ല ഉപകാരമായിരിക്കും. തുടരുകയും വേണം. ഞാൻ ചാലയിൽ നിന്നാണ് വരുന്നത്. ഇത് ജീവിത ചരിത്രമാണ്. ഞങ്ങൾക്ക് ഇതുവരെ കിട്ടാത്തൊരു സൗഭാഗ്യം UDF സർക്കാർ കൊണ്ടുവന്നു. അതിൽ ഞങ്ങൾക്ക് CP ജോണിനും മുഖ്യമന്ത്രിക്കും CP സാറിനും ആയിരം അഭിവാദ്യങ്ങൾ. ഞങ്ങൾക്ക് നന്ദിയുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ ഈ പദ്ധതി കുറച്ചുകൂടെ മുന്നേ വന്നിരുന്നുവെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ നേടാമായിരുന്നെന്ന് തോന്നുന്നു. 1000 രൂപ പദ്ധതി നമ്മൾ പൊളിഞ്ഞതാണ് പറയണ. പക്ഷെ ഇത് 1000 രൂപ പദ്ധതി വരണം ഞങ്ങൾക്കും. അത് നമുക്ക് മറ്റേ പിണറായി മന്ത്രി എന്നപ്പോ നമുക്ക് കിട്ടി. ഇനി ഇത് ഉണ്ടാവണം, ഇല്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കും. എന്നുവെച്ചാ നമ്മൾ അവര് തന്നപ്പോ എടുത്ത് ഇനി നമ്മൾ മൊബൈലില് അക്കൗണ്ടിൽ നോക്കും. വന്നില്ലേ നമ്മൾ പ്രതികരിക്കും. പെൻഷൻ എനിക്കില്ല. ഈ 35 വയസ്സിന് ശേഷമുള്ള 1000 രൂപ അതേ ഉള്ളൂ, ഒരിക്കൽ എടുത്തോളും അവരിട്ടത്. ഇനി ഇവര് ഇട്ടാലേ നമുക്കൊരു മുഖ്യമന്ത്രി പറയാം. നമ്മൾ കണ്ടില്ല, നമ്മളിവിടെ ബാക്കിലായി പോയില്ലേ. എടുത്തുകൊണ്ടാണ് പോയത് മുഖ്യമന്ത്രിയെ. ഇതാണ് സൈത്ത അവരുടെ ഒരു പ്രതികരണം. ഇത് തുടങ്ങി വച്ചാൽ മാത്രം പോരാ, ഇതിന് തുടർച്ച ഉണ്ടാകണം, കണ്ടിന്യൂറ്റി ഉണ്ടാകണമെന്ന് തന്നെ പറയുന്നു. കുടുംബമായി ഈ യാത്രയ്ക്ക് വന്നവരൊക്കെ ഉണ്ട്, കുട്ടികളുമൊക്കെ. സന്തോഷമായോ യാത്ര? തീർച്ചയായിട്ടും സന്തോഷം തന്നെയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ 2026 തൊട്ട് ഇനി അത് അങ്ങോട്ട് തുടർന്നുകൊണ്ട് പോകണമെന്നുള്ള ആഗ്രഹങ്ങൾ. മോളെ കൊണ്ടൊക്കെ ഇനി ഫ്രീ ആയിട്ട് തീർച്ചയായിട്ടും മോളെ കൊണ്ട് ഫ്രീ ആയിട്ട് പോവാം. ഞങ്ങൾക്ക് എന്താ പറയുക, 10 രൂപയ്ക്ക് കഷ്ടപ്പെടുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഒരു ഏറ്റവും കൂടുതൽ അനുയോജ്യമായ ഒരു പ്രവർത്തനമാണ് എടുത്തിരിക്കുന്നത്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? അത് നേരത്തെ കണ്ടിട്ടുണ്ടോ? മുഖ്യമന്ത്രി അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു? ഒരിക്കലും അടുത്ത് കണ്ടിട്ടില്ല. ഇപ്പോൾ അടുത്ത് കാണാനുള്ള ഒരു ചാൻസ് കിട്ടി. ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. എന്തായാലും ഒരു എന്താ പറയാ, ഒരു വൈബ് തന്നെയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. അതാണ്, പലവിധ വികാരങ്ങളാണ്, പലവിധ വൈബാണ് ആളുകൾക്ക്. മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടിട്ടില്ലാത്തവരാണ് ഇപ്പോൾ നേരിട്ട് കണ്ടു എന്ന് മാത്രമല്ല, ഒരുമിച്ച് യാത്ര ചെയ്യാൻ കഴിഞ്ഞ സന്തോഷത്തിൽ കൂടിയാണ് ഈ ഇവരൊക്കെ ഉള്ളത്. എവിടുന്ന് വന്നാ നിങ്ങളൊക്കെ? ഞങ്ങൾ തിരുവനന്തപുരം പോത്തങ്കോട് നിന്ന് വന്നതാണ്. നെയ്യാറ്റിൻകര യാത്ര ചെയ്യാൻ വേണ്ടി വന്നതാണ്. യാത്ര ചെയ്യാൻ വേണ്ടി ഉദ്ഘാടനം കഴിഞ്ഞ് യാത്ര ചെയ്യാൻ വന്നതാണ്. ഉദ്ഘാടന കർമ്മം കഴിഞ്ഞിട്ട് യാത്രയിൽ കയറിയതാണ്. എങ്ങനെയുണ്ട്? ഇനിയിപ്പോ എല്ലായിടും ഫ്രീ ആയിട്ട് പോവല്ലേ? എവിടെ കയറി എവിടെ ഇറങ്ങണമെന്ന് അറിയില്ല. തോന്നുന്ന സ്ഥലത്തൊക്കെ ഇറങ്ങാമല്ലോ, തോന്നുന്ന പ്ലേസിലൊക്കെ ഇറങ്ങാമല്ലോ. വീണ്ടും യാത്ര ചെയ്യാൻ. ഓക്കെ. അതാണ് ഓരോരുത്തരുടെയും പ്രതികരണങ്ങൾ സഹിതം ഇവിടെ ആളുകളൊക്കെ ഉണ്ട്. KSR ബസിന്റെ ഡ്രൈവറും
കണ്ടക്ടറും ഒക്കെ ഈ ബസ്സിൽ തുടരുകയാണ്. യാത്ര ഇനി ഇവിടെ നിന്ന് വീണ്ടും ആരംഭിക്കും. നിങ്ങൾ എവിടെ നിന്നാ? മണക്കാട് എങ്ങനെ ഉണ്ടായിരുന്നു? സന്തോഷമാണ്, ഹാപ്പിയാണ്. നമ്മളെല്ലാം ഹാപ്പിയാണ്. മുഖ്യമന്ത്രിയെ കണ്ടും ഒരുമിച്ച് യാത്ര ചെയ്യാനൊക്കെ പറ്റിയ അവസരമായിരുന്നു. സന്തോഷമല്ലേ? അതാണ് അവരുടെ പ്രതികരണങ്ങൾ. മുഖ്യമന്ത്രിക്കൊപ്പം യാത്ര ചെയ്തതിന്റെ സന്തോഷമുണ്ട്, മുഖ്യമന്ത്രി അടുത്ത് കണ്ട സന്തോഷമുണ്ട്. അതിനപ്പുറത്തേക്ക് സ്ത്രീകൾക്ക് വലിയൊരു തുക ചെറിയ രീതിയിൽ മാറ്റിവെച്ച് അത് ഒരു വരുമാന മാർഗമാക്കി മാറ്റാനുള്ള അല്ലെങ്കിൽ അവരുടെ സേവിങ്സ് ആക്കി മാറ്റാനുള്ള അവസരം കൂടിയാണ് ഈ ബസ്സിന്റെ കണ്ടക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ അവരുടെ പ്രതികരണങ്ങളിലേക്കുമൊക്കെ നമുക്ക് പോകാൻ കഴിയുമെന്ന്. ചേച്ചി, എങ്ങനെ ഉണ്ടായിരുന്നു ഈ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള യാത്ര? സന്തോഷമായിരുന്നു. ടിക്കറ്റ് കൊടുക്കുകയാണോ? സീറോ ടിക്കറ്റ് കൊടുക്കുകയാണോ? അതെ അതെ അതെ. നമ്മൾ കൊടുക്കാണ്ട് എങ്ങനെ ടിക്കറ്റ് കൊടുക്കുന്നത് അല്ലേ? ഈ ടിക്കറ്റ് നിർബന്ധമായും കയ്യിൽ വെക്കണം. തീർച്ചയായിട്ടും ടിക്കറ്റിന് പൈസ വാങ്ങുന്നുള്ളതൊന്നല്ലാതെ ബാക്കി KSRTC എല്ലാ നിയമങ്ങളും ഇതിനും ബാധകമാണ്. അവരവർ ഇറങ്ങാനുള്ള സ്ഥലത്തേക്ക് തന്നെ ടിക്കറ്റ് എടുക്കണം. അത് കഴിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ 500 രൂപ പിഴ എടുക്കുന്ന നിയമം ബാധകമാണ്. പിഴയുണ്ട്? 500 രൂപ ടിക്കറ്റ് ഇല്ലെങ്കിൽ പിഴയുണ്ട്? തീർച്ചയായിട്ടും. അവർക്ക് യാത്ര ചെയ്യുമ്പോൾ സർക്കാർ ഒരു സൗജന്യം കൊടുക്കുന്നേ ഉള്ളൂ. സർക്കാരിന്റെ പാർട്ടാണിത്, മനസ്സിലായോ? KSRTCക്ക് ഉള്ള നിയമങ്ങളെല്ലാം ബാധകമാണ്. ഈ ടിക്കറ്റ് എന്തായാലും കാണിക്കണം. തീർച്ചയായിട്ടും. സൗജന്യ ടിക്കറ്റ്, സൗജന്യം എന്നൊരു പ്രശ്നം ഇതിനകത്ത് ഉദിക്കുന്നില്ല, മനസ്സിലായോ? അതായത് KSRTCക്ക് സർക്കാർ ആ പൈസ റീഫണ്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇതിൽ അവർക്ക് പൈസ കൊടുക്കാതിരിക്കാൻ വേണ്ടി മാത്രം സീറോ ഇട്ടിരിക്കുന്നേ ഉള്ളൂ. ബാക്കി KSRTCയുടെ എല്ലാ നിയമങ്ങളും പാലിച്ച് തന്നെ പോകണം. ഇത് ആളുകളെയൊക്കെ ബോധ്യപ്പെടുത്തുന്ന ഒരു ടാസ്ക് ആയിരിക്കും. ആദ്യ ദിവസങ്ങളിലൊക്കെ പറയേണ്ടി വരും. മുഖ്യമന്ത്രി എന്താ പറഞ്ഞേ? അതാണ് സൈത ഏറ്റവും ശ്രദ്ധിക്കേണ്ട ആളുകൾ, യാത്ര ചെയ്യുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാൻ കഴിയില്ല. സാധാരണ എങ്ങനെയാണോ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നത് അതുപോലെ തന്നെ യാത്ര ചെയ്യണം. ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാൻ കഴിയില്ല. ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്ത് 500 രൂപ ഏത് യാത്രയിലും പിഴ ഈടാക്കുന്നത് പോലെ ഇതിലും പിഴ ഈടാക്കും. ഇപ്പോൾ മന്ത്രി ഒന്നുകൂടി അഭിനന്ദിക്കുകയാണ് ഈ ജീവനക്കാരെ. ആദ്യ യാത്രയിൽ ഭാഗഭാക്കാക്കിയ ഡ്രൈവറെയും കണ്ടക്ടറെയും ഒക്കെ ഗതാഗത മന്ത്രി അഭിനന്ദിക്കുകയാണ്. അവരുടെ ജീവിതത്തിലും വലിയ ഒരു അവസരമാണ്. കാരണം മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കൊണ്ട് ഒരു യാത്ര, ഗതാഗത മന്ത്രിയും സംസ്ഥാന മുഖ്യമന്ത്രിയും ഒക്കെ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നു. അതിന് വളയം പിടിക്കാൻ ഒരു സ്ത്രീ, ടിക്കറ്റ് നൽകാൻ ഒരു വനിതാ കണ്ടക്ടർ എന്നുള്ളതൊക്കെ തന്നെ ഒരു ചരിത്രമാണ്. ആ ഒരു ആഘോഷ നിമിഷങ്ങളിലൂടെയാണ് അവരുടെ കരിയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷത്തിൽ കൂടിയാകാം ഒരുപക്ഷെ ജീവനക്കാരും കടന്നു പോകുന്നത്. ആഘോഷങ്ങൾ അവസാനിക്കുന്നില്ല, ആരവങ്ങൾ ഒടുങ്ങുന്നില്ല. വലിയ സന്തോഷം, വലിയ അഭിമാനം ജീവനക്കാർക്ക്, അതുപോലെ തന്നെ ഈ UDF-നെ സ്നേഹിക്കുന്ന UDF പ്രവർത്തകർക്ക്, കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ അഭിമാന നിമിഷമാണ്. ആ സന്തോഷമാണ് പൊതുവിൽ ഇവിടെ പ്രകടിപ്പിക്കപ്പെടുന്നത്. മുഖ്യമന്ത്രി പോയെങ്കിലും ഇപ്പോഴും ഈ ബസ് ഇവിടെ തന്നെയാണ്. അല്പസമയത്തിനകം ബസ് ഇവിടുന്ന് യാത്ര തിരിക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാകുന്നത്. ഗതാഗത മന്ത്രി അടക്കമുള്ളവർ ഇപ്പോൾ ഈ ബസ്സിൽ കയറാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ. ഏതായാലും ജീവനക്കാർ ഇവിടെ ഇപ്പോഴും തുടരുന്നു. ആളുകൾ, യാത്ര ചെയ്യാനുള്ള ആളുകൾ, പുരുഷന്മാരുമൊക്കെ ഈ ബസ്സിലുണ്ട്. പുരുഷന്മാരുടെ ടിക്കറ്റ് കാണിക്കാൻ സീറോ ടിക്കറ്റ് കാണിക്കുകയാണ് യാത്രക്കാർ. ഈ ടിക്കറ്റുമായി വേണം യാത്ര ചെയ്യാൻ. സൈത, ഇതാണ് ടിക്കറ്റിന്റെ ദൃശ്യങ്ങളിലേക്ക്. ടോട്ടൽ സീറോ, അതായത് ഇതാണ് സീറോ വാല്യൂ ടിക്കറ്റ്. ഈ ടിക്കറ്റ് ഉപയോഗിച്ച് വേണം യാത്ര ചെയ്യാൻ. ഈ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാൻ കഴിയില്ല. ഈ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്താൽ 500 രൂപ പിഴ അടയ്ക്കേണ്ടി വരും. സാധാരണ എല്ലാ KSRTC ബസ്സുകളിലും, എല്ലാ യാത്രകളിലും ടിക്കറ്റ് കാണിക്കേണ്ടതുണ്ട്. 10 രൂപയാണ് ഈ യാത്രയ്ക്ക് ഇവർക്ക് യഥാർത്ഥത്തിൽ KSRTC ചിലവ് വരുന്നത്. അത് ഒരു ഭാഗത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ടോട്ടൽ വാല്യൂ സീറോയാണ്, 0ആണ്. ആ 0 രൂപ ആളുകൾ 0 രൂപ കൊടുത്താൽ മതി. ഈ 10 രൂപ KSRTCക്ക് സർക്കാർ നൽകും. അതാണ് ഇതിലെ ടിക്കറ്റിന്റെ പ്രത്യേകത. സീറോ ടിക്കറ്റ് പറയുമ്പോൾ യാത്ര സൗജന്യം സ്ത്രീകൾക്ക് മാത്രമാണ്. പക്ഷേ KSRTCക്ക് ചിലവുണ്ട്. ആ ചിലവ് 10 രൂപ സർക്കാർ നൽകും KSRTCക്ക്. അത് വർഷം നൽകുന്ന മറ്റ് സഹായത്തിന് പുറമെ ഈ തുകയും സർക്കാർ KSRTCക്ക് നൽകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.